ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സിംഗിൾ പോട്ട് കുക്കിംഗ് ഹാക്സ്. നിങ്ങളുടെ ഫീഡ്ബാക്കും സപ്പോർട്ടും കണ്ടിട്ട് വളരെയധികം സന്തോഷത്തിലാണ് ഞാൻ. ഇനിയും അതുപോലെ തന്നെ തുടരുക. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഞാൻ തയ്യാറാക്കിയത് ഒരു വെജ് ഫ്രൈഡ് റൈസും അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു വെജ് മഞ്ചൂരിയൻ ബോൾസും ആണ്. അപ്പോൾ നമുക്ക് കണ്ടാലോ അതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന്. യാതൊരു ടേസ്റ്റ് മേക്കറോ അജിനോമോട്ടോയോ ഒന്നും ചേർക്കാതെ തന്നെയാണ് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ രുചിയിൽ നമുക്കിത് തയ്യാറാക്കാൻ സാധിച്ചത്. അതിനായിട്ട് ഞാൻ കുറച്ച് പച്ചക്കറി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് വെജ് മഞ്ചൂരിയൻ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു 6 ഇതള് ക്യാബേജ് എടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ചോപ്പറിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടണം, അതിനാണ് ചോപ്പറിൽ അടിച്ചത്. പിന്നെ കോളിഫ്ലവർ, ക്യാരറ്റ് ഒരെണ്ണം എന്നിവ അടിച്ച ശേഷം നമുക്കിനി ചെയ്യാനുള്ളത് ഒരു 4 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അതും ഒരു 3/4 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി ഇട്ടിട്ട് അരച്ചെടുത്തു മിക്സിയിൽ. അതുകൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളകാണ്. അതായത് കുരുമുളക് ഇങ്ങനെ ചതച്ചെടുത്താൽ ഫ്ലേവർ നല്ലതായിരിക്കും കുറച്ചുകൂടി. അത് നമുക്ക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി സ്പ്രിംഗ് ഒനിയൻ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് അതുകൂടി നമുക്ക് ഈ ബൗളിലോട്ട് ഇടാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറുമാണ് ഞാൻ എടുത്തത്. അതുകൂടി ചേർത്ത ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഇതുപോലെ ഒന്ന് ഞെരടി ഇതെല്ലാം യോജിപ്പിക്കുക. ഇത് നമുക്കൊരു ബോളാക്കി എടുക്കണം. ഇത് കുറച്ചൊരു 2 മിനിറ്റോളം നമുക്കിതിനെ കുഴച്ച് പരിവാക്കി എടുക്കുക. ഇതുപോലെ ഒന്ന് അമർത്തി ഒന്നൊക്കെ കുഴച്ചാൽ മാത്രം മതി. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വെജിറ്റബിളിലുള്ള വെള്ളം മാത്രം മതി ഇത് ഈ രൂപത്തിലായി എടുക്കാനായിട്ട്. അതുകൊണ്ടോ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ എനിക്ക് ബോൾ ഷേപ്പിൽ ആക്കാൻ സാധിച്ചു. ഇതുപോലെ ഇത് മുഴുവനും ഒരു വെജിറ്റബിൾ ബോൾസായിട്ട് നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാം. വളരെ എളുപ്പമാണ് ഇതെങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. വെള്ളം ഒഴിക്കാനൊക്കെ നമുക്ക് തോന്നും ഇത് കുഴയ്ക്കുമ്പോൾ, പക്ഷേ ഒട്ടും ചേർക്കരുത് കേട്ടോ. ഇത് ഞാനൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട്. ഈ ബോൾസ് ഒന്ന് ഫേം ആവാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. 1/2 മണിക്കൂറിന് ശേഷം ഞാനത് പുറത്തെടുത്തു. ചൂടായ എണ്ണയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതായത് ബോൾസ് വലിയ ബോൾസ് ആക്കി എടുക്കരുത്, അപ്പോൾ ഉള്ളു വേവാൻ ബുദ്ധിമുട്ടാവും. ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള ബോൾസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇനി പെട്ടെന്ന് തന്നെ ഇത് തിരിച്ചിടാൻ നോക്കരുത്. കുറച്ച് നേരം അതൊന്ന് മൊരിയാൻ സമയം കൊടുക്കണം. അതായത് ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കിടന്ന് വരുന്നത്, ഹൈ ഫ്ലെയിമിൽ ഇടരുത്, പെട്ടെന്ന് ബോൾ കരിഞ്ഞു പോകും. ഈ പാകമാകുമ്പോൾ നമുക്ക് ഇതിനെല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ ഇതുപോലെ. അപ്പോഴേ ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലോണം വെന്ത് വരുള്ളൂ. ഇനി ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കിതിനെ എല്ലാം കോരി മാറ്റാം. ഒരു നെറ്റിലോട്ട് എടുത്ത് വയ്ക്കാം. അതുകൊണ്ട് ഇതുപോലെ ഇപ്പോൾ ലോ ഫ്ലെയിമിലോട്ട് ആക്കി ഞാൻ കോരുന്ന സമയത്ത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ ഫസ്റ്റ് ബാച്ച് തയ്യാറായി. ഇനി അതുപോലെ തന്നെ അടുത്ത ബാച്ച് കൂടി നമുക്ക് ഇതുപോലെ ഈ ബോൾസ് എല്ലാം മുരിപ്പിച്ചെടുക്കാം. ഉണ്ടോ ഇതുപോലെ. ഈ ബോൾസ് ഇടുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടുക. അത് ഇട്ട ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് കൊണ്ടുവരിക. അങ്ങനെയാണ് അത് മുരിപ്പിക്കേണ്ടത്. ഓരോ സ്റ്റെപ്പും ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. അങ്ങനെ നമ്മളുടെ അടുത്ത ബാച്ച് കൂടി ഇതെല്ലാം മുരിഞ്ഞ് കിട്ടി. ഇനി നമുക്ക് ഇത്രയും എണ്ണയുടെ ആവശ്യമില്ല. ഇത് എണ്ണ മാറ്റാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ മാത്രം മതി. ഇനി നമുക്ക് ഇതിനൊരു ഗ്രേവി തയ്യാറാക്കാണ്. അതിനായിട്ട് 3 പൊടിയായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത്. വലിയ വെളുത്തുള്ളിയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു 5ഓ 6ഓ ഇട്ട് കൊടുക്കാം. അതിതുപോലെ ഒന്ന് സോട്ട് ചെയ്ത്, ലൈറ്റ് ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് സോട്ടായാൽ മാത്രം മതി. ഇനി നമുക്ക് സവാള പൊടിയായിട്ട് അരിഞ്ഞത്, അതായത് ഞാൻ വലിയ സവാള ആയതുകൊണ്ട് 1/2 സവാളയാണ് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ ചെറുതാണെങ്കിൽ 1 ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് എന്നിവയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റുവാണ്. മുരിപ്പിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് വഴന്ന് നിന്നാൽ മാത്രം മതി.
ഇനി നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയ ശേഷം 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തത്. മുളക് പൊടി ചേർക്കുമ്പോൾ ആവശ്യത്തിന് എരിവും കിട്ടും, അതുപോലെ തന്നെ ഇതിനൊരു നല്ല കളറും കിട്ടും നമ്മുടെ മഞ്ചൂരിയന്. ഇതൊന്ന് പച്ചമണം മാറുന്ന വഴി ഒന്ന് വഴറ്റുക. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മാത്രം മതി. ഇനി നമുക്ക് 1.25 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത്. ആ വെള്ളം ഒഴിച്ച ശേഷം ഇതൊന്ന് തിളയ്ക്കാൻ അനുവദിക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ തീയൊന്ന് കൂട്ടി മീഡിയം ഫ്ലെയിമിലോട്ട് കൊണ്ടുവന്നു. ഇത് തിളച്ച ശേഷം നമുക്ക് കോൺഫ്ലവറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതായത് തിക്ക് ഗ്രേവിയാണ് നമുക്ക് ആവശ്യം. അതിനായിട്ട് ഞാൻ 1 ടീസ്പൂൺ കോൺഫ്ലവർ ഒരു 6 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കി ലംപ് ഫ്രീ ആക്കി എടുക്കുവാണ്. ഇപ്പോൾ അതേപോലെ യോജിപ്പിക്കുക നല്ലവണ്ണം. ഇത് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, പെട്ടെന്ന് തന്നെ നമ്മൾ ഇളക്ക് കൊടുക്കണം, അല്ലെങ്കിൽ അത് കട്ട പിടിക്കും. അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് ഒഴിച്ച ശേഷം തന്നെ ഞാൻ നല്ലവണ്ണം ഇതിനെ ഇളക്കി അങ്ങ് യോജിപ്പിക്കുകയാണ്. ഇതുണ്ട് അതുപോലെ. അങ്ങനെ നമുക്ക് തിക്ക് ഗ്രേവി ആയിക്കഴിഞ്ഞു. ഇനി ലോ ഫ്ലെയിമിലോട്ട് ഇട്ട ശേഷം 1 ടേബിൾ സ്പൂൺ സോയ സോസ്, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും ചേർത്ത് ശേഷം നമുക്ക് സ്പ്രിംഗ് ഓനിയൻ കൂടി ഇട്ട് കൊടുക്കാം, കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞത്. എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് സോസ് ചേർക്കുമ്പോൾ മിതമായ അളവിൽ മാത്രം ചേർക്കുക, കൂടുതൽ എടുത്ത് ഒഴിക്കരുത്. അപ്പോൾ അതിൻ്റെ രുചി മാറിപ്പോവും. 1 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ അത് മാത്രം ചേർക്കുക. അങ്ങനെ റൈറ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഗ്രേവി തയ്യാറായി. ഇനി ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്താണ് ഞാൻ ചേർക്കുന്നത്. അതായത് സോയ സോസിൽ ഉപ്പുള്ളതുകൊണ്ട് ഒന്ന് രുചിച്ച് നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർക്കുക. അതുകൊണ്ട് ഗ്ലേസ്ഡ് ആയിട്ടുള്ള ഗ്രേവിയാണ് നമുക്ക് ആവശ്യം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം ഈ ബോൾസ് എല്ലാം ഇതിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വെജ് മഞ്ചൂരിയൻ തയ്യാറായി കഴിഞ്ഞു. ഇതിന് മുകളിലായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓനിയൻ കൂടി ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി നമുക്കൊരു സെർവിങ് ബോളിലോട്ട് ഇതിനെ മാറ്റാം. ഇനി നമുക്ക് വെജിറ്റബിൾ ഫ്രൈഡ് റൈസിനായിട്ട് ചൂടായ പാനിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തത് നല്ലെണ്ണയാണ്. അതായത് ചൈനീസ് ഫ്ലേവർ കിട്ടാനായിട്ട് നല്ലെണ്ണ ഉപയോഗിച്ച് കുക്ക് ചെയ്താൽ വളരെ നല്ലതാണ്. റെസ്റ്റോറൻറ്റിലെല്ലാം ഈ എണ്ണയാണ് അവർ ഉപയോഗിക്കുക. ഒരു 3 വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും 1 പച്ചമുളകുമാണ് ഞാനിപ്പോൾ ചേർത്തത്. അതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതെല്ലാം ഇനി ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ അടുത്ത് തന്നെ റെഡിയാക്കി വയ്ക്കുക റൈസ് തയ്യാറാക്കുമ്പോൾ. ഇതൊന്ന് സോട്ടായി വരുമ്പോഴേക്കും നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ച പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കുക. അതായത് ബീൻസ് ഒരു 4 എണ്ണവും, 1/2 ക്യാരറ്റും, ക്യാബേജ് ഒരു 1/4 കപ്പ്. ഇനി സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പോർഷനാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ക്യാപ്സിക്കവും സ്പ്രിംഗ് ഒനിയനും നമുക്ക് പിന്നീട് ചേർക്കാം. ഇനി ഇതെല്ലാം നല്ലവണ്ണം സോട്ട് ചെയ്യുക. അതായത് 1 മിനിറ്റ് മാത്രമാണ് ഇത് സോട്ട് ചെയ്യേണ്ടത്. നമുക്കൊരു ക്രഞ്ചി ആയിട്ട് ഈ വെജിറ്റബിൾ കടിക്കാൻ കിട്ടണം. അതുകൊണ്ട് കൂടുതലായിട്ട് വേവിക്കരുത്. ഇതൊന്ന് 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് കൈവിടാണ്ട് സോട്ട് ചെയ്യുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസും ഞാനിപ്പോൾ ചേർത്തു. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ സോയ സോസും, അതായത് 3 സോസും ഇപ്പോൾ ചേർത്ത് കഴിഞ്ഞു. അതുകൂടി ഒന്ന് പെട്ടെന്ന് തന്നെ ഇത് ഇളക്കി കൊടുക്കണം. ഇനി ഞാൻ ചേർത്തത് 1 ഗ്ലാസ് ബസ്മതി റൈസ് വേവിച്ച് വെച്ചിരുന്നതാണ്. അതായത് ഉപ്പിട്ടാണ് റൈസ് വേവിച്ചത്. അത് ഞാൻ 2 മണിക്കൂറോളം ഫ്രിഡ്ജിലൊന്ന് വെച്ചു വെന്ത ശേഷം. അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ റൈസ് ഒന്നൊന്നിനെ തൊടാണ്ട് നമുക്ക് കിട്ടും. അതുകൊണ്ടോ അപ്പോൾ ധൈര്യമായിട്ട് നമുക്കിത് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. ഇതൊരു ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് 1-2-3 മിനിറ്റോളം നമുക്കിത് ഫ്രൈ ആക്കി എടുക്കണം പാനിലിട്ടിട്ട്. അതിനുശേഷം ബാക്കിയുള്ള ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞതും സ്പ്രിംഗ് ഒനിയനും കൂടി ഞാനിതിലോട്ട് ഇട്ട് കൊടുത്തു. ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്കിതിലോട്ട് ചേർക്കാനുള്ളൂ. ഇതൊന്ന് ഇതുപോലെ യോജിപ്പിക്കുക. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതുപോലെ ലൈറ്റായിട്ട് സോട്ട് ചെയ്യാൻ ശ്രമിക്കുക. റൈസിനെ ഉടച്ച് കളയരുത്. ഇതുപോലെ എന്നാൽ നമുക്കത് ഫ്രൈ ആയിട്ട് കിട്ടുകയും വേണം. ചൈനീസ് റെസ്റ്റോറൻറ്റിലാണെങ്കിൽ അവർ വോക്കാണ് ഉപയോഗിക്കുക. നമുക്കിപ്പോൾ പാനായാലും മതി. ഇനി അതിലോട്ട് കുറച്ച് പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട്. അതായത് ഈ ഫ്ലേവറെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി കുറച്ച്
ബ്ലാക്ക് പെപ്പറും കൂടി ചേർക്കാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് കൂടി തയ്യാറായി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള 2 ഡിഷുമാണ് ഇന്ന് നമ്മൾ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇനിയും രുചികരമായ വിഭവമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.